പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ അടുത്ത ഒരു മാസം വളർത്തുപിതാവിൻ്റെ പിന്നാലെ നമ്മൾ സുവിശേഷത്തെ ധ്യാനിക്കുകയാണ്. ഔസേപ്പിതാവിനെ കുറിച്ച് ഇത്രയും പറയുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചോദ്യം നമ്മുടെയൊക്കെ ഉള്ളിൽ വരാം. സുവിശേഷത്തിൽ അധികമൊന്നും ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്നില്ല. ഒരു പക്ഷേ ഒരു വാക്കുപോലും ഔസേപ്പിതാവ് പറഞ്ഞതായിട്ട് സുവിശേഷം രേഖപ്പെടുത്തുന്നില്ല. ഈ ഔസേപ്പിതാവിനെ നമ്മൾ കാണുന്നത് മുഴുവനും നിശബ്ദനായിട്ടാണ്. എന്നാൽ നമ്മൾ സുവിശേഷത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നൊരു കാര്യമുണ്ട്. നമുക്കറിയാം, 4 സുവിശേഷങ്ങളുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ബൈബിൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന കാര്യം, ആദ്യം എഴുതപ്പെട്ട സുവിശേഷം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷമാണ്. മർക്കോസ് സുവിശേഷം എഴുതിയത് AD 62 70 ഇടയിലാണ്. അപ്പോൾ ആദ്യം സുവിശേഷം എഴുതിയത് മർക്കോസ് ആണ്. എന്നാൽ സുവിശേഷം വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ആദ്യം നമ്മൾ കാണുന്ന സുവിശേഷം വിശുദ്ധ മത്തായിയുടേതാണ്. ആദ്യം മർക്കോസ് സുവിശേഷം എഴുതിയിട്ടും എന്തുകൊണ്ട് ആദ്യം മത്തായിയുടെ സുവിശേഷം വന്നു? അതിനൊരുപാട് ദൈവശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒരു പക്ഷേ മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന ഒരാൾക്ക് യേശുവിൻ്റെ വംശാവലി, യേശുവിൻ്റെ കഴിഞ്ഞ തലമുറയുടെ ചരിത്രം, യേശുവിൻ്റെ ജനനം, ഇങ്ങനെ കൃത്യമായൊരു ഓർഡർ മത്തായി നമുക്ക് മുമ്പിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു വായനക്കാരൻ്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, എളുപ്പത്തിൽ നമുക്ക് ചെന്ന് ചേരാൻ പറ്റുന്നത്, എളുപ്പത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് മത്തായിയുടെ സുവിശേഷമായിരിക്കും. അതുകൊണ്ടായിരിക്കാം മത്തായി ആദ്യം വന്നത് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര പക്ഷമുണ്ട്. എന്നാൽ ഞാൻ അതിൽ കണ്ടെത്തുന്ന കാരണം മറ്റൊന്നാണ്. പ്രിയപ്പെട്ടവരെ, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ 3 പേരും സുവിശേഷം ആരംഭിക്കുമ്പോൾ ആദ്യം പറയുന്നത് സ്നാപക യോഹന്നാനെ കുറിച്ചാണ്. സ്നാപകന്റെ പ്രഭാഷണം, സ്നാപകന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കുക. മത്തായി സുവിശേഷകൻ ആദ്യം പറയുന്നത് ജോസഫ് എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഒരിക്കല് ഒരു ധ്യാനത്തിൽ ഞാൻ കുട്ടികളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം എഴുതിയിട്ടും ആദ്യം മത്തായി വരാനുള്ള കാരണം? ഒരു മിടുക്കൻ പയ്യൻ അതിനുത്തരം കൊടുത്തത് ഇങ്ങനെയാണ്: ആദ്യം കൊണ്ടുപോയി പ്രസ്സിൽ കൊടുത്തത് മത്തായി ആയതുകൊണ്ട് മത്തായി ആദ്യം വന്നു. ഇങ്ങനെ നമ്മുടെ തലയിൽ തോന്നുന്ന ഓരോ കാരണങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഒരു കുടുംബനാഥന്റെ കഥ പറഞ്ഞുകൊണ്ട് സുവിശേഷം ആരംഭിക്കണം. 3 സുവിശേഷങ്ങളും ഒരു സന്യാസിയുടെ കഥ പറയുന്നു. സ്നാപകന്റെ കഥ പറഞ്ഞുകൊണ്ട് 3 സുവിശേഷങ്ങളും ആരംഭിച്ചു പോകുമ്പോൾ ഒരു കുടുംബനാഥന്റെ,
ഒരു പിതാവിൻ്റെ, ഒരപ്പൻ്റെ കഥ പറയാൻ തുടങ്ങുകയാണ് മത്തായി. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവിടെ ജോസഫിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അവൻ ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു. ജോസഫിന്റെ പേര് പറയുന്നു, വംശം പറയുന്നു. ജോസഫിനോട് പറയുന്ന 2 ഉത്തരവാദിത്തങ്ങൾ: മറിയത്തെ സ്വീകരിക്കുക, ശിശുവിന് പേരിടുക. പ്രിയപ്പെട്ടവരെ, ജോസഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സുവിശേഷം തുടങ്ങുമ്പോൾ ഇനി നമ്മൾ ഈ വളർത്തുപിതാവിൻ്റെ പിന്നിൽ കണ്ണും പൂട്ടിയിരിക്കണം. ഒപ്പം ഒരു കാര്യം മനസ്സിലാകും: ഒന്നും പറയാതെ നിശബ്ദനാകുന്ന ഈ ജോസഫ് സുവിശേഷത്തിൻ്റെ എല്ലാ താളുകളിലും വളരെ വ്യക്തമായ മുദ്ര പതിക്കുന്നുണ്ട്. യേശുവിൻ്റെ ഓരോ പഠനങ്ങളിലും യേശുവിൻ്റെ മനസ്സിൽ തെളിയുന്ന ഒരു മുഖം ഔസേപ്പിതാവിൻ്റെതായിരിക്കണം. ഞാൻ ഔസേപ്പിതാവിനെയും സുവിശേഷത്തെയും ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്: സ്വർഗീയ പിതാവിൻ്റെ ഒരു നിഴലായിട്ട് യേശുവിൻ്റെ അടുത്ത് ദൈവം ഉറപ്പിക്കുന്ന സാന്നിധ്യത്തിൻ്റെ പേരാണ് ഔസേപ്പിതാവ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമം, പുതിയ നിയമം, നമ്മൾ എവിടെ നിൽക്കുന്നു? പുതിയ നിയമം എന്താ പറയുന്നത്? പുതിയ നിയമം പറയാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഒരാൾ യേശുവിൽ നീതീകരിക്കപ്പെടുന്നത്? പഴയ നിയമം എന്താണ്? പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ ബൈബിൾ മുഴുവനും പഠിക്കേണ്ട, ഒരൊറ്റ വ്യക്തിയിലേക്ക് നോക്കിയാൽ മതി. ആ വ്യക്തിയുടെ പേരാണ് ജോസഫ്. പുതിയ നിയമം സമം ജോസഫ്. ജോസഫ് ഒരു മരപ്പണിക്കാരനായിരുന്നു. നമുക്കറിയാം, മറിയത്തിൻ്റെ മാതാപിതാക്കൾ കുഞ്ഞിലെ മരിച്ചു. മറിയം പുരോഹിത വംശത്തിൽ ജനിച്ചതുകൊണ്ട് പുരോഹിതർ ഒരു ദേവാലയത്തിൽ മറിയത്തെ താമസിപ്പിക്കുന്നു, വളർത്തുന്നു. ആ ദേവാലയത്തിൻ്റെ പണി പുതുക്കാൻ, ആ ദേവാലയത്തിൻ്റെ ആശാരിപ്പണി ചെയ്യാൻ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. പുരോഹിതരുടെ പ്രാർത്ഥനയിൽ ഈ ചെറുപ്പക്കാരൻ മറിയത്തിന് ഭർത്താവായാലെന്ത് എന്നൊരു ചിന്ത വരുന്നു. അങ്ങനെ യഹൂദ നിയമപ്രകാരം അവരുടെ വിവാഹത്തെ ഉറപ്പിക്കുന്നു. നമുക്കറിയാം, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃത്യം 1 വർഷം കഴിയണം വിവാഹം നടക്കണം. വിവാഹം ഉറപ്പിക്കുന്ന അന്ന് മുതലുള്ള 1 വർഷം ഈ ചെറുപ്പക്കാരൻ ഒരു പക്ഷേ പെൺകുട്ടിയെ കാണുക പോലുമില്ല. ഈ ചെറുപ്പക്കാരൻ വേറെ താമസിക്കണം. ഒരിക്കലും അവർക്ക് ഒരുമിച്ചുള്ളൊരു താമസം, ഒരുമിച്ചുള്ളൊരു ജീവിതം ഈ 1 വർഷക്കാലം അനുവദനീയമല്ല. അങ്ങനെ ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞു. ഇനി 1 വർഷത്തിനപ്പുറത്ത് വിവാഹം. ആ 1 വർഷത്തിനപ്പുറത്ത് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാത്തൊരു കാര്യം ജോസഫിൻ്റെ ജീവിതത്തിൽ വരുന്നത്. ജോസഫിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു, മറിയം ഗർഭിണിയാണ്. ഇവിടെയാണ് ഒരു നിയമവിരുദ്ധമായ കാര്യം സംഭവിക്കുന്നത്. പുരുഷ സ്പർശനം ഏൽക്കാൻ പാടില്ല ഈ 1 വർഷക്കാലം. ഉറപ്പായിട്ടും നിയമം എന്താണ്? പഴയ നിയമം, മോശയുടെ നിയമം എന്ത് പറയുന്നു? മോശയുടെ നിയമം പറയുന്ന കാര്യം, വിവാഹത്തിന് മുമ്പ് വിവാഹമുറപ്പിച്ചിരിക്കുന്ന ഒരു പെണ്ണ് ഗർഭിണിയായാൽ അവളെ പരസ്യമായ ശിക്ഷയ്ക്ക് വിധിക്കുക, അവളെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുക, അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വിട്ടുകൊടുക്കുക. ഇത് പഴയ നിയമം. ജോസഫിൻ്റെ മുമ്പിൽ എന്താണ് ഓപ്ഷൻ? ജോസഫിൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷനുണ്ട്. ഒന്ന്, മറിയത്തെ കല്ലെറിയാൻ വിട്ടുകൊടുക്കുക. ദ ഫസ്റ്റ് ഓപ്ഷൻ. മറിയത്തെ കല്ലെറിയൊന്നും വേണ്ട, അവരുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, ഇവൾ ഞാൻ വിവാഹമുറപ്പിച്ച പെണ്ണാണ്, ഇവൾ ഗർഭിണിയായി, ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക.
രണ്ടാമത്തെ ഓപ്ഷൻ, ആരോടും പറയാതെ ഇവളെ വേണ്ട, എന്തിനാ താനീ ദുരിതമെടുത്ത് തലേ വയ്ക്കുന്നത്, രഹസ്യത്തിൽ ആരും അറിയാതെ അവളെ ഉപേക്ഷിച്ച് പോവുക. മാനുഷിക ബുദ്ധിയിൽ സാധ്യമായിരുന്ന രണ്ട് ഓപ്ഷൻ. ഒന്നും ചെയ്യാൻ ഈ മനുഷ്യന് മനസ്സ് വരുന്നില്ല. കാരണം ഇതാണ്, കല്ലെറിഞ്ഞു കൊല്ലുവാൻ അവളെ സമൂഹത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കുക. അത് ഭയങ്കര ദാരുണമായ കാഴ്ചയാണ്. ചിലപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നതായിരിക്കില്ല കൊടുക്കുന്ന ശിക്ഷ. പരസ്യമായിട്ട് ഒരു കുന്തമുനയിൽ കോർത്ത് നിർത്തും അങ്ങനെയുള്ള പെണ്ണുങ്ങളെ. ചിലപ്പോൾ അതാണോ സംഭവിക്കുന്നത്. ജോസഫ് അസ്വസ്ഥനാകുന്നത് അവിടെയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ്റെ പ്രത്യേകത എന്താ? ഒരു രാത്രിയിൽ ആരോടും പറയാതെ ജോസഫ് നാടുവിടുക, രഹസ്യത്തിൽ ഉപേക്ഷിക്കുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എത്ര നാൾ ഒരു ഗർഭം ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റും? അത് പ്രത്യക്ഷപ്പെടും, ചോദ്യമുയരും. ആരാണ്? മറിയത്തിന് ഈസിയായിട്ട് ഒഴിഞ്ഞു മാറാം. കാരണം വിവാഹമുറപ്പിച്ചിരുന്ന ചെറുപ്പക്കാരനടുത്തില്ല. ഈസിയായിട്ട് ഒഴിഞ്ഞു മാറാം. ജോസഫാണ്. ജോസഫ് തിരഞ്ഞെടുക്കുന്നത് ഈ ഓപ്ഷനാണ്. ഒരു പക്ഷേ രഹസ്യത്തിൽ ഉപേക്ഷിക്കാം. ഒരുപക്ഷെ നാട്ടുകാർ പറയും അത് ജോസഫ് ചെയ്ത തെറ്റാണ്, എങ്കിലും സാരമില്ല. ജോസഫ് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന് സുവിശേഷത്തിൽ വായിക്കുമ്പോൾ മറ്റൊരു തലം വെളിപ്പെടുന്നുണ്ട്. മറിയം ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ മറിയത്തിൽ സംഭവിച്ച ആ കാര്യം, അതിൻ്റെ തിന്മയുടെ വശം ഞാൻ ഏറ്റെടുത്താലും എൻ്റെ മേൽ വന്നാലും കുഴപ്പമില്ല, ഒളിച്ചോടിയേക്കാം. ഇതാണ് രണ്ട് സാധ്യതകൾ. ഈ പ്രശ്നത്തെ സമീപിക്കുവാനുള്ള രണ്ട് സാധ്യതകൾ ഇതേ ഉള്ളൂ. എന്നാൽ ജോസഫിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത് എന്താ? അവളെ സ്വീകരിക്കുക. നമ്മൾ ചിന്തിക്കണം, ജോസഫ് മറിയത്തെ കല്ലെറിയുവാൻ വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ജോസഫിനെ യഹൂദ നിയമം എന്തു വിളിക്കുമായിരുന്നു? ജോസഫ് മറിയത്തെ കല്ലെറിയാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ യഹൂദ നിയമം ജോസഫിനെ വിളിക്കും നീതിമാൻ. കാരണം എന്താണ്? നിയമം അനുസരിക്കുന്നവനെ വിളിക്കുന്ന പേരാണ് നീതിമാൻ. എന്നാൽ കല്ലെറിയാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട പെണ്ണിനെ കണ്ണ് നിറയാതെ പൊതിഞ്ഞു പിടിക്കുന്നു ജോസഫ്. പഴയ നിയമം ജോസഫ് തെറ്റിക്കുന്നു. ആ ജോസഫിനെ പുതിയ നിയമം വിളിക്കുന്ന പേരാണ് നീതിമാൻ. ഇപ്പോ നമുക്ക് മനസ്സിലാകും എന്തിനാണ് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ജോസഫിനെ കൊണ്ടുവന്നത്. ജോസഫ് ഒരു മാറ്റമാണ്. പഴയ നിയമം കല്ലെറിയാൻ പറയുന്നു. പഴയ നിയമം കല്ലെറിയാൻ പറയുന്ന സാഹചര്യത്തെ കണ്ണു നിറയാതെ പൊതിഞ്ഞു പിടിക്കുന്ന വ്യക്തിയുടെ പേരാണ് ജോസഫ്. എന്ന് വച്ചാൽ പുതിയ നിയമം സമം ജോസഫ്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ യേശു പിതാവിനെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനാണ്. പുതിയ നിയമം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ സുവിശേഷം മുഴുവനും വായിക്കണ്ട. പുതിയ നിയമം എന്തെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരൊറ്റ കാര്യം വായിച്ചാൽ മതി. ജോസഫ് എന്ന ജീവിതത്തെ ഒന്ന് ധ്യാനിച്ചാൽ മതി. എന്തുമായി ബന്ധപ്പെട്ട ഇത് പറയുന്നത്? യേശുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. യേശു ജനിക്കുന്നത് പഴയ നിയമത്തിൻ്റെ കീഴിലല്ല. യേശു ജനിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ കീഴിലാണ്. പ്രിയപ്പെട്ടവരെ, യേശു എന്നാൽ രക്ഷ.
അപ്പോൾ ഈ വളർത്തുപിതാവ് നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ കടന്നു വരണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താ? ഒരു പക്ഷെ സമൂഹത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ കണ്ണിൽ ഒരു ശരിയുണ്ട്. എൻ്റെ ബുദ്ധിയിൽ തോന്നുന്നൊരു ശരിയുണ്ട്. നമ്മൾ പലപ്പോഴും ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് സമൂഹം എങ്ങനെ കാണുന്നു, എൻ്റെ ശരികൾ. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൻ്റെ ശരി എന്തായിരുന്നു? സമൂഹത്തിൻ്റെ ശരി ഇതായിരുന്നു: വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിച്ചൊരു പെൺകുട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നത് സമൂഹത്തിൻ്റെ ശരി. അവളെ ആരും അറിയാതെ ഉപേക്ഷിക്കുക എന്നത് വ്യക്തിത്വത്തിൻ്റെ ശരി. ജോസഫ് എന്ന വ്യക്തിയുടെ ശരി, അവളെ ആരും അറിയാതെ ഉപേക്ഷിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ ശരി മറ്റൊന്നായിരുന്നു: അവളെ സ്വീകരിക്കുക. അതല്ലേ സുവിശേഷം? മറിയത്തിൻ്റെ തെറ്റ്, അല്ലെങ്കിൽ തെറ്റ് എന്ന് ലോകം കരുതുന്ന ആ കാര്യം, അതിനെ സ്വീകരിക്കുക. ഞാൻ അതിനെ സ്വീകരിക്കുക. അതല്ല സ്നേഹം. അവൻ നമുക്ക് പരിഹാര ബലിയായി. നമ്മുടെ പാപങ്ങൾക്ക് അവൻ കുരിശിലേറി. ഇങ്ങനെ ഒരു സുവിശേഷം പരിചയപ്പെടുത്തണമെങ്കിൽ ജോസഫ് എന്നൊരു ചിത്രത്തെ, ജോസഫ് എന്നൊരു വ്യക്തിയെ മുമ്പിൽ വയ്ക്കാതെ പരിശുദ്ധാത്മാവിന് വേറൊരു നിവൃത്തിയില്ല. ജോസഫിനെ മുമ്പിൽ വച്ചാൽ സുവിശേഷം ക്ലിയറായി. ജോസഫിനെ മുമ്പിൽ വച്ചാൽ എന്താണ് പുതിയ നിയമം ക്ലിയറായി. ഇനി ആരും പുതിയ നിയമം തലപുകഞ്ഞ് ആലോചിക്കേണ്ട. ജോസഫ് സമം പുതിയ നിയമം. രക്ഷ കടന്നു വരുന്ന പുതിയ നിയമം എന്നത് ജോസഫാണ്. യേശു മനോഹരമായ ഒരു വചനം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 7:12 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. പഴയ നിയമം എന്താ? പഴയ നിയമം മറ്റുള്ളവർ എന്നോട് ചെയ്യരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും മറ്റുള്ളവരോട് ഞാൻ ചെയ്യരുത്. ഇത് പാടില്ല, ഇത് അരുത്. എന്താ പുതിയ നിയമം? മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ അവരോട് ചെയ്യുക. ഇതാണ് പുതിയ നിയമം. ഇതാണ് നിയമവും പ്രവാചകന്മാരും. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ജോസഫ് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്: എനിക്കൊരു തെറ്റ് വരുമ്പോൾ ഞാൻ എന്താ ആഗ്രഹിക്കുന്നത്? എൻ്റെ കൂടെ നിൽക്കുന്നവർ ആ തെറ്റൊന്ന് മനസ്സിലാക്കണം, എന്നെ ഒന്ന് ഉൾക്കൊള്ളണം, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം, എന്നെ കുറ്റപ്പെടുത്താതിരിക്കണം, എന്നെ ഒന്ന് അണച്ചു പിടിക്കണം. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ജോസഫും ചിന്തിച്ചിട്ടുണ്ട്: എനിക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, എനിക്കൊരു വേദന ഉണ്ടാകുമ്പോൾ, എനിക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർ ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, എൻ്റെ കൂടെ നിൽക്കുന്നവരൊന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, എന്നെ കണ്ണു നിറയാതെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ. നമ്മളെല്ലാവരും ഇത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് കൊടുക്കുന്ന വ്യക്തിയുടെ പേരാണ് ജോസഫ്. നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരേണ്ട ഒരു നിയമം അതാണ്: നമ്മുടെ കുടുംബത്തെ സ്നേഹത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ കുടുംബത്തെ സ്നേഹത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക. കല്ലെറിയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കല്ലെറിയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ദിവസവും കല്ലെറിയാൻ, കുറ്റപ്പെടുത്താൻ, മാറ്റി നിർത്താൻ
ഒരുപാട് കാരണങ്ങൾ വരുമ്പോൾ നമ്മൾ കണ്ണ് നിറയാതെ പൊതിഞ്ഞു പിടിക്കുക. അവിടെയെല്ലാം യേശുവിലൂടെയുള്ള രക്ഷ കടന്നു വരുന്നുണ്ട്. യേശുവിലൂടെയുള്ള രക്ഷ കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജോസഫ് നമ്മളോട് പറയുന്ന, നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. കുറച്ച് നാൾ മുമ്പ് ഡിവൈനിൽ ഒരു ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു. ആ സഹോദരി എൻ്റെ കസേരയുടെ മുമ്പിൽ വന്നിരുന്നു. അവർ പറഞ്ഞു, ഫാദർ, ഒരു വലിയ പ്രശ്നത്തിലാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഹസ്ബൻഡിന് HIV പോസിറ്റീവാണ് ഫാദർ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഇവിടെ നമുക്ക് HIV രോഗികളെ നോക്കുന്ന സെൻ്ററുണ്ട്, ഞാൻ അവിടെ ആക്കാം. ഈ സഹോദരി എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അതൊന്നും വേണ്ട ഫാദർ. അപ്പോൾ ഈ ഭർത്താവ് അടുത്തിരിപ്പുണ്ട്. ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത വഴികളിലൂടെ നടന്നു വന്നൊരു തെറ്റാ. പെട്ടെന്ന് ഈ സഹോദരി ഈ ഭർത്താവിൻ്റെ കൈ പിടിച്ചിട്ട്, കരയണ്ട, എങ്ങും ആക്കിയാല, ഞാൻ കൂടെയുണ്ട്. എന്നിട്ട് ഈ ഭാര്യ പറഞ്ഞു, അച്ഛാ, എനിക്ക് ടെസ്റ്റ് നടത്തി, രോഗമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്നിട്ട്? ഞാൻ ജീവിക്കാൻ പോവുക അച്ഛാ, എൻ്റെ ചേട്ടൻ്റെ കൂടെ ഒരു ഭാര്യയുടെ എല്ലാ കടമകളും നിർവഹിച്ച്. എനിക്കറിയാം ചിലപ്പോൾ അവൾക്കും നാളെ എയ്ഡ്സ് വരും. പക്ഷേ അവൾക്ക് ഉപേക്ഷിക്കാൻ കാരണങ്ങൾ ഇഷ്ടം പോലെയാ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, അവൾ നിൽക്കുന്നത് ലോകത്തിൻ്റെ നിയമത്തിൻ്റെ കീഴിലല്ല, സ്നേഹത്തിൻ്റെ കീഴിലാണ്. പ്രിയപ്പെട്ടവരെ, അവളുടെ അടുത്തൊരു ഡിസിഷനുണ്ട്. അവൾ ആ ഭർത്താവിൻ്റെ കരയുന്ന ഭർത്താവിൻ്റെ കരം പിടിച്ച് അവളൊരു കാര്യം പറഞ്ഞു, ഏയ് ചേട്ടനെ ഞാൻ എങ്ങും ആക്കാൻ പോകുന്നില്ല ചേട്ടാ, ഞാനുണ്ടാകും ചേട്ടൻ്റെ കൂടെ, ഞാൻ നോക്കിക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, നമ്മളിനി നടക്കാൻ തുടങ്ങുക ഈ ജോസഫിൻ്റെ പിന്നാലെ. കൂടെയുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്താതെ, അവരെ ചേർത്ത് പിടിച്ച്, കല്ലെറിയാതെ അവരെ പൊതിഞ്ഞു പിടിക്കുവാൻ അത് നമ്മളെ പഠിപ്പിക്കുന്നു ഈ വളർത്തുപിതാവ്. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആരാധനയിൽ പ്രാർത്ഥിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ഔസ്യപിതാവിനോട് ചേർന്ന് നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമുക്ക് ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കാം. വിശുദ്ധ ഔസ്യപിതാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം എടുക്കുന്ന തീരുമാനങ്ങളെ രക്ഷാകരമാകൂ. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട പ്രധാനപ്പെട്ടൊരു വചനം 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പരിഹാര ബലിയാണ്. ഞാനും എൻ്റെ കുടുംബവും ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ കീഴിലാണ്. ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യം, നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ദൈവ തീരുമാനത്തിൻ്റെ കീഴിലേക്ക്, സ്നേഹത്തിൻ്റെ കീഴിലേക്ക്, ദിവ്യകാരുണ്യത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ ഒരു നിമിഷം നമുക്ക് 2 കരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്താം. കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ നടക്കുന്നത് ദൈവിക തീരുമാനമാണോ? തകരാമായിരുന്നൊരു കുടുംബം, കല്ലെറിയപ്പെടാമായിരുന്ന ഒരു ജീവിതം, ആരംഭത്തിലെ കെട്ടുപോകാമായിരുന്ന ഒരു കുടുംബത്തിൻ്റെ വിളക്ക്, അതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനം വഴി രക്ഷാകരമാകുന്നത് നമ്മൾ കാണുന്നു. ഒരു കുടുംബത്തിലും സംഭവിക്കാത്ത പ്രശ്നങ്ങൾ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തിരുക്കുടുംബത്തിൽ വരുമ്പോൾ ആ കുടുംബം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തങ്ങളെ കൊടുത്തു. അസ്വസ്ഥപ്പെടുന്ന ഒരു മറിയം, ആകുലപ്പെടുന്ന ജോസഫ്, എന്നാൽ ദൈവകരങ്ങളിലേക്ക് അവർ കൊടുത്തു. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തുമ്പോൾ ആ വചനം നമ്മുടെ ശ്രദ്ധയിൽ 1 പത്രോസ് 5:6, കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക, നിങ്ങളുടെ ആകുലതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ആരുടെ കാര്യത്തിലാണ് ദൈവം ശ്രദ്ധിക്കുന്നത്? ദൈവത്തിൻ്റെ തീരുമാനം നടപ്പാകുന്ന കുടുംബത്തിൻ്റെ കാര്യത്തിൽ, ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ശ്രദ്ധിക്കും എന്ന് ഉറപ്പ് വചനം നമുക്ക് തരുന്നു. കരങ്ങൾ 2 ഉയർത്തി നമ്മുടെ കുടുംബത്തെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർക്കാം. ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെ നേരിടുന്നു? വചനം പറയുന്നു, ജോസഫ് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ കീഴിലേക്ക് ജോസഫ് തൻ്റെ തീരുമാനത്തെ മാറ്റി. തൻ്റെ തീരുമാനത്തെ മാറ്റിയിട്ട് ജോസഫ് ദൈവത്തിൻ്റെ തീരുമാനത്തെ അനുസരിച്ചു. ഒരു കാര്യം ഓർക്കുക, കുറ്റപ്പെടുത്താൻ, മാറ്റി നിർത്താൻ, കല്ലെറിയാൻ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ എന്താണ് യേശു നമ്മളോട് പറയുന്നത്? എന്താണ് പുതിയ നിയമം നമ്മളോട് പറയുന്നത്? ഞാൻ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാവുക, ഞാൻ ക്ഷമ കൊടുക്കുന്ന വ്യക്തിയാവുക, ഞാൻ കരുണ കൊടുക്കുന്ന വ്യക്തിയാവുക. എനിക്ക് കരുണ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? യേശു പറഞ്ഞു, ഉടുപ്പ് എടുക്കുന്നവന്, മേലങ്കി എടുക്കുന്നവന് ഉടുപ്പ് കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നവന്റെ കൂടെ 2 മൈൽ നടക്കുക. പഴയ നിയമം ഈശോ പറഞ്ഞു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നാൽ യേശു എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. ഇതാണ് പുതിയ നിയമം. പഴയ നിയമം പറയുന്നു കല്ലെറിയാൻ. കല്ലെറിയാൻ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്താൻ, മക്കളെ കുറ്റപ്പെടുത്തുവാൻ, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുവാൻ. അവിടെ എനിക്ക് സ്നേഹം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതാണ് ഈ ദൈവപിതാവിൻ്റെ, സ്വർഗീയ പിതാവിൻ്റെ നിഴലായിട്ട് യേശുവിൻ്റെ അടുത്തുണ്ടായിരുന്ന ഔസേപ്പിതാവ് നമ്മളോട് പറയുന്നത്. ഞാൻ സ്നേഹം കൊടുക്കുന്ന അപ്പനാവുക, ഞാൻ സ്നേഹം കൊടുക്കുന്നൊരമ്മയാവുക, ഞാൻ സ്നേഹം കൊടുക്കുന്നൊരു ഭർത്താവാവുക, ഞാൻ സ്നേഹം കൊടുക്കുന്നൊരു ഭാര്യയാവുക, ഞാൻ സ്നേഹം കൊടുക്കുന്നൊരു വ്യക്തിയായിട്ട് മാറുക. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നമ്മളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വരികളോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഒരു പക്ഷേ ഒരുപാട് പേര് ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ
എങ്ങനെ ഒരു തീരുമാനമെടുക്കണം, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽപ്പുണ്ട്. അതൊരു പക്ഷേ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നമാകാം. അതൊരു പക്ഷേ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാകാം. എങ്ങനെ ഒരു തീരുമാനമെടുക്കണം? ഇതാ വചനം പറയുന്നു, സുഭാഷിതം 16:1, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. മനുഷ്യനൊരു തീരുമാനമുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച്. എന്നാൽ മനുഷ്യന്റെ തീരുമാനമല്ല, ദൈവത്തിൻ്റെ തീരുമാനമാണ് രക്ഷാകരമാകുന്നത്. അബ്രാഹാം ഒരു തീരുമാനമെടുത്തു. അബ്രാഹാം ആ തീരുമാനത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. എന്നാൽ ദൈവം ഒരു തീരുമാനം പറയുന്നു, നീ ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. നമുക്കെല്ലാവർക്കും ഒരു തീരുമാനമുണ്ട്. ഒരു പക്ഷെ ദൈവത്തിന് തീരുമാനം നമുക്ക് എതിരായിട്ട് തോന്നാം, നമുക്ക് സുരക്ഷിതത്വം തരുന്നതായിരിക്കില്ല. എന്നാൽ അതാണ് രക്ഷാകരമാകുന്നത്. ഇപ്പോൾ ഏത് പ്രശ്നത്തെ ഓർത്താണോ ഞാൻ ഭാരപ്പെടുന്നത്, ഏത് കാര്യത്തെ ഓർത്താണോ എൻ്റെ മനസ്സ് കലങ്ങുന്നത്, ആ കാര്യത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ ഞാൻ നിൽക്കുമ്പോഴായിരിക്കാം ഈ ദിവ്യകാരുണ്യ ആരാധന എൻ്റെ മുമ്പിലെത്തുന്നത്. ജോസഫ് വലിയൊരു പ്രതിസന്ധിയിൽ നിന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിൻ്റെ അടുത്തെത്തിയതുപോലെ ഈ ആരാധനയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്തെത്തുന്നു. ആ പ്രതിസന്ധിയെ, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന പ്രശ്നത്തെ ഒരിക്കൽ കൂടി നമുക്ക് ദൈവകരങ്ങളിൽ കൊടുക്കാം. ദൈവകരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഏറ്റെടുക്കണമേ. പാടി പ്രാർത്ഥിക്കാം. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, യേശുവേ പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, യേശുവേ പൂർണ്ണമായി കൈക്കൊള്ളണേ, യേശുവേ യാഗമായി കൈക്കൊള്ളണേ. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുക. ദൈവം അറിയാത്ത, ദൈവം അനുവദിക്കാതെ ഒന്നും ജീവിതത്തിൽ വരുന്നില്ല. ദൈവം അനുവദിക്കാതെയും ദൈവം അറിയാതെയും ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിഞ്ഞിട്ടും ദൈവം അനുവദിച്ചിട്ടും സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മൾ അന്വേഷിക്കരുത്. ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിനോട് പറഞ്ഞു, ഇവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഇത് സ്വർഗത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇതിൻ്റെ പരിഹാരം ജോസഫ് എന്ന ഒരു വ്യക്തിയിൽ നിന്ന് വരേണ്ടതല്ല. ഇതിൻ്റെ സൊല്യൂഷൻ ഷുഡ് കം ഫ്രം എബവ്. ഇതിൻ്റെ ആൻസർ, ഇതിൻ്റെ ഉത്തരം മുകളിൽ നിന്ന് വരണം. ഒരു പക്ഷേ ജോസഫിനോട് പറയുക, നീ മറിയത്തെ സ്വീകരിക്കുക. ഇത് സ്വർഗം പറയുന്ന ഒരു വാക്കാ. നീ സ്വീകരിക്കുക. ഉപേക്ഷിക്കാൻ എളുപ്പമാണ്. അതിനാൽ
സ്വീകരിക്കാനാണ് കൃപ വേണ്ടത്. ഈശോയെ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ഈ പ്രശ്നത്തെ, ഇപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള ഈ പ്രശ്നത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജോസഫിനെ നീ ഒരുക്കി അത് സ്വീകരിക്കാൻ പാകത്തിന്, ആ പ്രശ്നത്തെ സ്വീകരിക്കാൻ പാകത്തിന് ജോസഫിനെ നീ ഒരുക്കിയതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. നാഥ, നീ മാറ്റണമേ, എന്നെ നീ മാറ്റണമേ. നാഥ, നീ മാറ്റണമേ, എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ. യേശുവേ, നാഥ, നീ മാറ്റണമേ, നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ മാറേണ്ടത് എൻ്റെ മനസ്സാണ്. ദൈവം അനുവദിച്ച കുറവുള്ള എൻ്റെ ജീവിത പങ്കാളി ഉൾക്കൊള്ളാൻ പാകത്തിന്, ദൈവം അനുവദിച്ച കുറവുള്ള എൻ്റെ മക്കളെ ഉൾക്കൊള്ളാൻ പാകത്തിന്, അതാണ് സുവിശേഷം. പിതാവ് മരിക്കുന്നവനായി കണ്ട് പിതാവിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സ്വത്തും വാങ്ങിച്ച് ദൂരേക്ക് പോയ ധൂർത്തപുത്രനെ തിരികെ വരുമ്പോൾ ഒരു പരാതി പോലും പറയാതെ ഉൾക്കൊള്ളുന്ന മനസ്സിൻ്റെ പേരാണ് പുതിയ നിയമം. ഈശോയെ, ഞാൻ ഉൾക്കൊള്ളേണ്ട വ്യക്തിയാണ്. നീ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് നൽകി, മക്കളെ എനിക്ക് നൽകി. ഒരു പക്ഷേ എൻ്റെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളെ എനിക്ക് നൽകി. യേശുവേ, അത് സ്വീകരിക്കുവാൻ എൻ്റെ ജീവിതത്തെ നീ മാറ്റണേ. ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം നടക്കട്ടെ എന്ന് പറയാൻ പാകത്തിന്, ദൈവഹിതത്തിന് വിധേയപ്പെടാൻ പാകത്തിന്, ദൈവത്തിൻ്റെ തീരുമാനത്തിന് സമ്മതം കൊടുക്കാൻ പാകത്തിന്, ദൈവമേ, എൻ്റെ ജീവിതത്തെ നീ മാറ്റണേ. ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. നാഥ, നീ മാറ്റണമേ. നാഥ, നീ മാറ്റണമേ, എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ. യേശുവേ, ഞാൻ മനസ്സിലാക്കുന്നു, ഒരു കാര്യം നീ എന്നോട് പറയുന്നു. ഏത് സാഹചര്യത്തിൽ നിന്നും ദൈവത്തിന് രക്ഷയുണ്ടാക്കാം. 100 വയസ്സായ അബ്രാഹാം, വാർദ്ധക്യത്തിൻ്റെ എല്ലാ അടയാളങ്ങളും പ്രത്യക്ഷപ്പെട്ട ഒരു ശരീരം. ആ ശരീരത്തെ നോക്കി ദൈവമേ, നീ പറഞ്ഞു, കടൽ തീരത്തെ മണൽത്തിരികൾ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ നിനക്ക് മക്കളെ നൽകും. 5 അപ്പം കയ്യിൽ കിട്ടിയപ്പോൾ 5000-ഓളം വരുന്ന പുരുഷന്മാരുൾപ്പെടുന്ന വലിയ ജനസഞ്ചയത്തോട് നീ പറഞ്ഞു ഇരിക്കാൻ. എത്ര കുറവിൽ നിന്നും, എത്ര ഇല്ലായ്മയിൽ നിന്നും, ഏത് പ്രതിസന്ധിയിൽ നിന്നും കർത്താവേ, നിനക്ക് രക്ഷയുണ്ടാക്കാൻ പറ്റും. ഞാനത് ഏറ്റുപറയുന്നു, ഞാനത് അംഗീകരിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. നമുക്ക് 2 കരങ്ങളും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ഉയർത്താം. 2 കരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ ഇത് സമ്പൂർണമായൊരു സമർപ്പണമാണ്, സമ്പൂർണമായ
ഒരു സമർപ്പണമാണ്. ഈശോയെ, ഞാനിവിടെ സമർപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തെയാണ്. ഞാനിവിടെ സമർപ്പിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങളെയാണ്. മുമ്പോട്ട് പോകണം, എങ്ങനെ പോകണമെന്നറിയാതെ, ഒരു തീരുമാനമെടുക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ, ഒരുപാട് പ്രശ്നങ്ങളുടെ മുമ്പിൽ, ഒരുപാട് യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ യേശുവേ ഞാനിന്ന് നിൽക്കുമ്പോൾ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അതെല്ലാം സ്വീകരിച്ച് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ, ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നന്ദി പറയുവാൻ യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നാഥാ സമർപ്പിക്കുന്നു, നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. ഒരു നിമിഷം നമ്മൾ കരങ്ങൾ കൂപ്പുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കുർബാനയിൽ ഈശോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നീ ഒരു പ്രശ്നത്തിൻ്റെ കീഴിലല്ല, നീ ഒരു പ്രതിസന്ധിയുടെ കീഴിലല്ല. തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന, സ്നേഹിക്കുന്ന ഒരു പിതാവിൻ്റെ കീഴിലാണ് നീ നിൽക്കുന്നത്. നമ്മൾ ആ പിതാവിൻ്റെ കീഴിലേക്ക് ഒരിക്കൽ കൂടി നമ്മളെ സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളോട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം വെച്ച് വിശുദ്ധ കുർബാനയിൽ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നീയും നിന്റെ കുടുംബവും സ്നേഹിക്കുന്ന ഒരു പിതാവിൻ്റെ കീഴിലാണ്, ഒരു ദൈവകരത്തിൻ്റെ കീഴിലാണ്. നമുക്ക് കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങാം. ദാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.